അരുണാചൽ പ്രദേശിലെ സേല പാസ്, സേല ടണൽ, സേല ലേക്ക്, നുറാനങ്ക് വെള്ളച്ചാട്ടം എന്നിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും സേല നൂറ എന്നു പേരുള്ള 2 ഗ്രാമീണ പെൺകുട്ടികളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെയൊക്കെ പേരിട്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങൾക്കൊക്കെ വെറും 2 ഗ്രാമീണ പെൺകുട്ടികളുടെ പേരിടാനുള്ള കാരണം എന്തായിരിക്കും? അതിന് കാരണം അവരുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ധീരത തന്നെയാണ്. ഒരു ഇന്ത്യൻ സൈനികനോടൊപ്പം ചേർന്ന് 300-ൽ പരം ചൈനീസ് സൈനികരെ വധിച്ച ധീരത. നമസ്കാരം, ആ ഒരു വീരഗാഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സംഭവത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന നായകനും സേല നൂറ എന്ന 2 നായികമാരുമാണ്. 1961-62 കാലഘട്ടം, അതായത് 1962-ലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് തൊട്ടു മുൻപുള്ള സമയം. അപ്പോഴാണ് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന സൈനികൻ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി, അതായത് ഇന്നത്തെ അരുണാചൽ പ്രദേശ് അടങ്ങുന്ന സ്ഥലത്തെ 4ാമത്തെ ഗർഹ്വാൾസ് റൈഫിൾസ് റെജിമെന്റിലെ 4ാമത്തെ ബറ്റാലിയനിൽ ജോയിൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ധീരത കണ്ടിട്ടായിരിക്കണം ആ നാട്ടിലെ മൊൻബ സമുദായത്തിൽപ്പെട്ട 2 പെൺകുട്ടികൾ, സേല എന്നും നൂറ എന്നും പേരുള്ള 2 പെൺകുട്ടികൾ ഇദ്ദേഹത്തിൽ ആകൃഷ്ടരാകുന്നത്. ധീരന്മാരോട് പെൺകുട്ടികൾക്ക് പ്രണയം തോന്നുന്നത് സ്വാഭാവികമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത്. എന്നാൽ ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന ഈ സൈനികന് ഇവരോട് തിരിച്ച് പാട്ടും പാടി പ്രണയിച്ച് നടക്കാൻ താല്പര്യമോ സമയമോ ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹം അത് ആ പെൺകുട്ടികളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എങ്കിലും അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പുരുഷന്റെ ഹൃദയത്തിലേക്കുള്ള കവാടം ആമാശയം വഴിയാണെന്ന് പറയാറുണ്ട്. ഇവരും ആ വഴി തന്നെ തിരഞ്ഞെടുത്തു. അതിൻ്റെ ഭാഗമായി പറ്റാവുന്ന അവസരങ്ങളിലൊക്കെ ചപ്പാത്തിയും സബ്ജിയും ഒക്കെ ഉണ്ടാക്കി ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തു. ഇദ്ദേഹം അവരെ തിരിച്ച് പ്രണയിച്ചിരുന്നോ എന്ന കാര്യമൊന്നും അറിയില്ല. ഏതായാലും ആ ഇടയ്ക്കാണ് ഇൻഡോ ചൈന യുദ്ധം ആരംഭിക്കുന്നത്. അതൊരു നവംബർ മാസമായിരുന്നു, നല്ല തണുപ്പുള്ള സമയം. ഇത് മുതലാക്കിക്കൊണ്ട് ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. അവരുടെ ആദ്യ 2 ശ്രമങ്ങളും ഇന്ത്യൻ സൈന്യം വിജയകരമായി ചെറുത്തു തോൽപ്പിച്ചു. എന്നാൽ 3ാമത്തെ പ്രാവശ്യം ചൈന തന്ത്രം മാറ്റി. ഒരു MMG സ്ട്രൈക്കിനാണ് അവർ മുതിർന്നത്, അതായത് മീഡിയം മെഷീൻ ഗൺ വെച്ചുള്ള ഒരു അറ്റാക്ക്. ആവശ്യത്തിന് ആയുധങ്ങൾ പോലും ഇല്ലായിരുന്ന ഇന്ത്യൻ സൈന്യം ഇതിൽ പകച്ചുപോയി. എങ്കിലും അവിടെയും 3 ഇന്ത്യൻ സൈനികർ ഈ ചൈനീസ് ആക്രമണത്തെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. അത് റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്തും ലാൻസ് നായിക് ത്രിലോക് സിംഗ് നേഗിയും റൈഫിൾമാൻ ഗോപാൽ സിംഗ് ഗുസൈനുമായിരുന്നു. .303 റൈഫിളുകളും ഏതാനും ഗ്രനേഡുകളും വെച്ചാണ് അവർ ചൈനീസ് പട്ടാളത്തെ ആക്രമിച്ചത്. ഏതായാലും ചൈനീസ് പട്ടാളത്തെ തുരത്തി ഓടിക്കാനും അവരുടെ ചില ആയുധങ്ങൾ പിടിച്ചെടുക്കാനും ഇവർക്ക് കഴിഞ്ഞിരുന്നു. അവിടെയും ഭാരതാംബയുടെ ധീരപുത്രന്മാർക്ക് തന്നെയായിരുന്നു വിജയം എന്ന് പറയാം. പക്ഷേ തിരിച്ചു വരുന്ന വഴിക്ക് ഇവർക്ക് 3 പേർക്കും അവിടെ ഒളിച്ചിരുന്ന ചൈനീസ് സൈനികരുടെ വെടിയേൽക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ത്രിലോക് സിംഗ് നെഗിയും ഗോപാൽ സിംഗ് ഗുസൈനും കൊല്ലപ്പെട്ടു. ജസ്വന്ത് സിംഗ് റാവത്തിന്റെ പരിക്ക് ഗുരുതരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിടിച്ചെടുത്ത ആയുധങ്ങളുമായി രക്ഷപ്പെടാൻ കഴിഞ്ഞു. ആ അവസരത്തിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ യുദ്ധം മതിയാക്കി ബേസ് ക്യാമ്പിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ചെയ്തത് മറ്റൊന്നാണ്. ചൈനീസ് ആർമിയുടെ പൊസിഷൻ അറിയാവുന്ന അദ്ദേഹം മറഞ്ഞിരുന്ന് ഒറ്റയ്ക്ക് പോരാടാൻ തീരുമാനിച്ചു. ഇവിടെയാണ് ഒരു സൈനികനും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ നാട്ടിലൊക്കെ പലരും സൈനികരെ വില കുറച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. സൈന്യമെന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി മാത്രമാണ്, അതിനെന്താണ് ഇത്ര മഹത്വം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരിൽ പലരും, എല്ലാവരുമല്ല പലരും, 10 മണി മുതൽ 5 മണി വരെയുള്ള ജോലി സമയങ്ങളിൽ മുഴുവൻ സമയവും സീറ്റിൽ ഉണ്ടാവാറില്ല. 4 പ്രാവശ്യം ചായയും പരിപ്പോടയും കഴിക്കാൻ എന്ന പേരിലും അല്ലാതെ പല കാരണങ്ങൾ പറഞ്ഞും മുങ്ങാറാണ് പതിവ്. ഇവിടെയാണ് ഒരു സൈനികൻ വ്യത്യസ്തനാവുന്നത്. സ്വന്തം ജീവൻ അപകടത്തിലാവുമ്പോഴും അദ്ദേഹം രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുക്കും. റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്തും അതുതന്നെയാണ് ചെയ്തത്. ശത്രുക്കളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത മെഷീൻ ഗൺ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അദ്ദേഹം പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചു. എന്നിട്ട് ഓരോ ഭാഗങ്ങളിൽ നിന്നും മാറി മാറി ചൈനീസ് സേനയ്ക്ക് നേരെ തുരുതുര വെടിയുതിർക്കുകയാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ സൂചിപ്പിച്ച സേലയും നൂറയും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ ഇവർ തോക്കുകൾ മാറ്റി സ്ഥാപിക്കാനാണ് സഹായിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഇവരും വെടിവെപ്പിൽ പങ്കാളികളാവുകയായിരുന്നു. 72 മണിക്കൂറുകൾ ആ വെടിവെപ്പ് നീണ്ടുനിന്നു. ഇന്ത്യൻ ഭാഗത്ത് കുറേയേറെ സൈനികർ ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിച്ച ചൈന അങ്ങോട്ട് കടന്നു കയറിയതുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ വന്നാൽ തന്നെ ഇവർ 3 പേരും വധിക്കപ്പെടുമെന്ന് ഇവർക്കറിയാമായിരുന്നു.
എങ്കിലും ഒരു സൈനികനും 2 നാടൻ പെൺകുട്ടികളും കൂടി ചേർന്ന് ഈ സാഹസത്തിന് ഒരുമ്പെടുകയായിരുന്നു. സൈനികനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രസ്നേഹം എന്ന ഒറ്റ വികാരവും മറ്റ് 2 പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രസ്നേഹവും പ്രണയവും എന്ന തീക്ഷ്ണ വികാരവുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പ്രണയം എപ്പോഴും അങ്ങനെയാണ്, പ്രണയിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും. ഇത് വിശ്വവിഖ്യാത റഷ്യൻ എഴുത്തുകാരനായ ഫ്യോഡർ ദസ്തയേവ്സ്കി തൻ്റെ നോവലുകളിൽ സമർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പിൽക്കാലത്ത് ലോകപ്രശസ്തരായ മനഃശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിട്ടുണ്ട്. സൈനികനിലേക്കും മറ്റ് 2 പെൺകുട്ടികളിലേക്കും തിരിച്ചു വന്നാൽ ഭാഗ്യം അവരെ അധിക സമയം തുണച്ചില്ല. ഇവർക്ക് റേഷൻ എത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ചൈനീസ് സൈന്യത്തിൻ്റെ പിടിയിൽപ്പെട്ടു. ഇയാളിൽ നിന്നാണ് അവരറിയുന്നത് മറുഭാഗത്ത് ഒരു സൈനികരും 2 പെൺകുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന്. ഇതവരെ വല്ലാതെ ചൊടിപ്പിക്കുകയും കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. ഉടൻ തന്നെ അവർ ജസ്വന്ത് സിംഗ് റാവത്തിന്റെ താവളം ആക്രമിച്ചു. നൂറെ ചൈനീസ് സൈന്യം പിടികൂടുന്നത് കണ്ട് സേല ഒരു മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. നൂറെ അതിക്രൂരമായാണ് ചൈനീസ് സൈന്യം വധിച്ചത്. ജസ്വന്ത് സിംഗ് റാവത്തിന്റെ കാര്യത്തിൽ 2 വെർഷൻ പറയുന്നുണ്ട്. ആദ്യത്തേത് ചൈനീസ് സൈന്യത്തിന് പിടികൊടുക്കാതെ അദ്ദേഹം സ്വയം നിറയൊഴിച്ചു മരിച്ചു എന്നതാണ്. രണ്ടാമത്തേത് ചൈനീസ് സൈന്യം അദ്ദേഹത്തെ പിടികൂടി അതിക്രൂരമായി വധിച്ചു എന്നതുമാണ്. രണ്ടിലേത് ശരിയായാലും അദ്ദേഹത്തിന് മരണം വരിക്കേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇദ്ദേഹം മരിച്ചിട്ടും ചൈനീസ് സൈനികർക്ക് ഇദ്ദേഹത്തോടുള്ള കലി അടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ തല അറുത്തുകൊണ്ട് അവർ തിരികെ പോവുകയാണ് ചെയ്തത്. പിന്നീട് യുദ്ധത്തിന് ശേഷം ഇവർ ഇദ്ദേഹത്തിൻ്റെ ശിരസ് ഇന്ത്യക്ക് കൈമാറി. ഇതിനിടയ്ക്ക് എപ്പോഴോ ഇദ്ദേഹത്തിനോട് ചൈനക്കാർക്കും ആരാധന തോന്നിയിട്ടുണ്ടാവാം. ശിരസ് കൈമാറിയ വേളയിൽ വെങ്കലത്തിൽ ഉണ്ടാക്കിയ ഇദ്ദേഹത്തിൻ്റെ ഒരു അർത്ഥകായ പ്രതിമയും കൂടി ചൈന ഇന്ത്യക്ക് കൈമാറി. ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ആ ആർമി പോസ്റ്റിന് പിന്നീട് പേരിട്ടത് ജസ്വന്ത് ഗാർഹ് ആർമി പോസ്റ്റ് എന്നാണ്. അവിടെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു യുദ്ധ സ്മാരകവും പണിതിട്ടുണ്ട്. ചൈന സമ്മാനമായി കൊടുത്ത ആ വെങ്കല പ്രതിമയും അവിടെ സ്ഥാപിച്ചു. മരിച്ച നൂറയോടുള്ള ആദരസൂചകമായി നുറാനങ് യുദ്ധം എന്നാണ് അതിന് പേരിട്ടത്. അവിടുത്തെ വെള്ളച്ചാട്ടവും നുറാനങ് എന്ന് തന്നെ അറിയപ്പെട്ടു. തവാങ്ങിനും കമേങ്ങിനും ഇടയിലുള്ള മലമ്പാതയെ സേല പാസ് എന്നും വിളിക്കാൻ തുടങ്ങി. തടാകത്തിന് സേല ലേക്ക് എന്നും തുരങ്കത്തിന് സേല ടണൽ എന്നും കൂടി പേരുകൾ വീണു. ജസ്വന്ത് സിംഗ് റാവത്തിനോടുള്ള ആദരവ് അവിടം കൊണ്ടൊന്നും തീർന്നിരുന്നില്ല. വാർ മെമ്മോറിയലിനോട് ചേർന്ന് ഇദ്ദേഹത്തിനായി ഒരു ചെറിയ അമ്പലവും പണിതു. മരണാനന്തരം ഇദ്ദേഹത്തെ മഹാവീർ ചക്ര എന്ന പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിച്ചു. ജീവിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരന് എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുക്കുമോ അതും സൈന്യം ഇദ്ദേഹത്തിനായി തുടർന്നു. ഇതിനായി 4 സൈനികരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. ഇവർ സമയാസമയങ്ങളിൽ ആഹാരം പാകം ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ രേഖാചിത്രത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കും. അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ യൂണിഫോം അലക്കി തേച്ച് വയ്ക്കും, ഷൂസ് പോളിഷ് ചെയ്ത് വയ്ക്കും. പല കത്തുകളും ഫയലുകളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ രേഖാചിത്രത്തിന് മുന്നിൽ വയ്ക്കും. ജീവിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരന് കൊടുക്കുന്നത് പോലെ മാസാമാസമുള്ള ശമ്പളവും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കും. വർഷത്തിലൊരിക്കൽ ലീവ് അനുവദിക്കും. ആ സമയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ രേഖാചിത്രം വീട്ടിലായിരിക്കും. മരണാനന്തരം കാലാകാലങ്ങളിലായി ഇദ്ദേഹത്തിന് പ്രൊമോഷനും നൽകി. അങ്ങനെ മരിക്കുമ്പോൾ വെറുമൊരു റൈഫിൾമാനായിരുന്ന ഇദ്ദേഹം പിന്നീട് മേജർ ജനറലായി. അതുവഴി കടന്നു പോകുന്ന എല്ലാ സൈനികരും അവരുടെ പദവിയോ ജാതിയോ മതമോ നോക്കാതെ ഇദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പതിവാണ്. ഏതൊക്കെയോ ചില സൈനികർ ഇദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാതെ പോയ ശേഷം പല അപകടങ്ങളിൽ പെടുകയും പരിക്കേൽക്കുകയും ചിലരൊക്കെ മരിക്കുകയും ചെയ്തതായി കഥകൾ ഉണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കും യുക്തിയിലേക്കുമൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഇന്ത്യൻ സൈനികരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ജസ്വന്ത് സിംഗ് റാവത്ത് ഇപ്പോഴും ഇന്ത്യൻ അതിർത്തിയെ കാക്കുന്നു എന്നതാണ് ഇന്ത്യൻ സൈനികരുടെ ഇടയിലുള്ള വിശ്വാസം. ഇദ്ദേഹത്തിന് ജന്മം നൽകാൻ കഴിഞ്ഞ മാതാപിതാക്കൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.